മുത്തശ്ശി, എനിക്ക് ഇത്രയും ബഹുമാനവും തരേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ പെരുമാറിയാൽ മതി. അതല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. നിങ്ങളെല്ലാരും ഇവിടെ എന്താ പറയുന്നതെന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല. ഞാൻ നിനക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്തിരുന്നേ. ഇന്ന് മുത്തശ്ശിയുടെ വെഡിങ് ആനിവേഴ്സറിയാ. ആണോ? വിഷ് യു വെരി ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു. ഹാപ്പി ആനിവേഴ്സറി മുത്തശ്ശി. താങ്ക് യു മോനെ. മുത്തശ്ശനും മുത്തശ്ശിക്ക് സർപ്രൈസ് കൊടുക്കാൻ ഇന്ന് നമ്മുടെ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കിയേ. ഫ്രണ്ട്, നിന്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് സീതമ്മ ഹലുവ ഉണ്ടാക്കുന്നുണ്ട്. ക്യാരറ്റ് ഹലുവ. സോ സ്വീറ്റ് ഓഫ് യു ചക്കരെ. പ്രിയ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? സോറി സർ. സോറി സാറോ? ഐ മീൻ, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ ആ ബോസ് എന്ന്. പ്രിയ, കമോൺ. നീ എന്നോട് സാധാരണ എങ്ങനെയാ സംസാരിക്കുന്നത് അതുപോലെ തന്നെ സംസാരിക്കേ. അല്ലാതെ എന്നോട് ഇങ്ങനെ ടോണൊക്കെ മാറ്റി സംസാരിക്കരുത്. ഐ ഫീൽ ലൈക്ക് ആൻ ഔട്ട്സൈഡർ. അങ്ങനെയാവുമ്പോ അശോക് സർ നിങ്ങളുടെ ആരായിട്ട് വരും? അശോക് ഈസ് എ പാർട്ട് ഓഫ് മൈ ഫാമിലി. നല്ലൊരു ചെറുക്കനല്ലേ, ഒരു അഹങ്കാരവും ഇല്ല, ഒരു ജാടയില്ല. ആ ചെറുക്കനെ കണ്ടുപിടിക്കണേ. എന്തൊരു നല്ല പയ്യനല്ലേ, ഒരു ജാടയില്ലാത്ത പയ്യനാ. അയ്യോ, ഇതെന്താ ഇത്? എല്ലാരും ഇങ്ങനെ വാതിലിന്റെ മുമ്പിൽ കൂട്ടും കൂടി നിന്ന് എങ്ങനെയാ? അല്ല, റാം ഒരു കമ്പനിയുടെ ഓണർ ആണല്ലേ. വലിയ ദേശായി കുടുംബത്തിലെ ചെറുക്കനാണെന്നേ. ഇവൻ ഇത്ര വലിയ ആളാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നേ ഇല്ല കേട്ടോ. നോക്ക്, ആദ്യം നിങ്ങൾ എല്ലാവരോടും മാറി നിൽക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യത്തിന് ഞാൻ ഉത്തരം തന്നോളാം. നടക്ക് നടക്ക്. ഒന്ന് നടക്കുന്നേ. സീതമ്മ ഇതുവരെ വന്നില്ല. നീ നിന്റെ മാജിക് ഉപയോഗിച്ച് വരുത്തോ? ഓക്കെ പൊന്നെ, മാജിക്ക് നമുക്ക് പിന്നെ ആക്കാം. ഇപ്പൊ സീതമ്മ വരുന്നതിന് മുമ്പ് ഈ ക്യാരറ്റ് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഓക്കെ അല്ലേ? ഞാനാണെങ്കി ക്യാരറ്റ് ഹൽവ കഴിക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. വേഗം നമുക്ക് റെഡിയാക്കിയാലോ? തുടങ്ങിയാലോ? ഓക്കേ. സീത, നീ എവിടെയാണ്? എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. വേഗം വാ. നമ്മുടെ റാമിനെ കണ്ടോ? എന്ത് സുന്ദരനല്ലേ? ആ അവാർഡ് ഫംഗ്ഷനിലെ എല്ലാ പെൺകുട്ടികളുടെ കണ്ണും നമ്മുടെ റാമിന്റെ മേലെ ആയിരിക്കും. പെണ്ണുങ്ങളുടെ കണ്ണു മാത്രമല്ല, ഈ ഗ്രഹത്തിലെ ദുഷിച്ച കണ്ണുകളും, സോറി, എല്ലാ ദുഷിച്ച ഗ്രഹങ്ങളുടെയും ദുഷിച്ച കണ്ണുകളും പതിയുമെന്ന് പറഞ്ഞതാ. പക്ഷേ ആ ദുഷിച്ച ശക്തികൾക്കൊന്നും നമ്മുടെ രാമന് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്താന്ന് വെച്ചാ, രാമൻ ദേശായി വംശത്തിൽ പിറന്നവനാ. ഞങ്ങളുടെ ഹീറോയാ മോളെ അവൻ. കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ അനിയ. റാം നമ്മുടെ ഹീറോയാ. ഹീറോയുടെ ഫേസ് ലോകത്തിന് മുന്നിൽ നിന്ന് റിവീൽ ചെയ്യാൻ പോവാ. ഹീറോ? ഈ ഫുട്ടേജ് ഒക്കെ എത്തേണ്ട സമയത്ത് എത്തേണ്ടടുത്ത് എത്തണം. കാണേണ്ടവരൊക്കെ കാണും വേണം. അതിനുശേഷം ഉണ്ടല്ലോ ഈ ഹീറോയുടെ ഗതി, അതോ ഗതി. ചേച്ചി, റാം വരുന്നുണ്ടോ?
ഇതെല്ലാം ടി വിയിൽ എങ്ങനെ വന്നു? ഈ ഫുട്ടേജ് ഒക്കെ മീഡിയ എങ്ങനെ കിട്ടി? Excuse me. ഹായ് സീത, ഫൈനലി യു ആർ ഹിയർ. ഞാൻ തന്നോടൊരു കാര്യം പറയാൻ വെയിറ്റ് ചെയ്യായിരുന്നു. സീതമ്മ, എന്റെ ഫ്രണ്ടിനെ TV കാണിക്കുന്നുണ്ട്, കൊള്ളാമോ? ആക്ച്വലി ഈ കാര്യം പറയാൻ വേണ്ടി തന്നെ ഞാൻ വന്നേ. എപ്പോഴൊക്കെ ഞാനിത് പറയണമെന്ന് വിചാരിച്ചോ അപ്പോഴൊക്കെ എന്തേലും സംഭവിച്ചത് പറയാൻ പറ്റാതായിപ്പോയെന്നേ. ഇവൻ എന്റെ പേരിലെ ലാസ്റ്റ് നെയിം കൂടെ മറച്ചു വെക്കേണ്ടി വന്നു. കാരണം അത് ആ സമയത്ത് അത്യാവശ്യമായിരുന്നു, അതുകൊണ്ടാ. എനിവേസ്, എന്തായാലും ഞാൻ ഇപ്പൊ എന്നെ പരിചയപ്പെടുത്തുകയാണ്. ശ്രീറാം ദേശായി. ദേശായി D ക്യാപിറ്റൽ അല്ലേ? യാ. സീത, എന്തു പറ്റി? എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? നീ ഹാപ്പിയല്ലേ? ഈ കാര്യം ഞാൻ ആദ്യം തന്നോട് പറയാനാ വന്നേ. ആൻഡ് മോർ ഓവർ ഈ ന്യൂസ് ഒക്കെ എനിക്കും സർപ്രൈസ് ആയിരുന്നു. സീത, താനെന്തെങ്ങനെ ഗ്ലൂമി ആയിട്ട് നിൽക്കുന്നേ? ഐ മീൻ, തനിക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരാളെ കുറിച്ച് പൂർണ്ണമായിട്ട് പറയുന്നത് നല്ല കാര്യമല്ലേ? ഐ റിയലി തോട്ട് താൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഹാപ്പി ആയിരിക്കുമെന്ന്. താനൊന്നും മിണ്ടുന്നേ ഇല്ലല്ലോ. ഓ, ഇത് സന്തോഷിക്കാനുള്ള കാര്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സർ. സീത, തമാശ പറഞ്ഞ് നിർത്ത്. എന്തിനാ ഇപ്പൊ എന്നെ സാറെന്ന് വിളിക്കുന്നത്? ഐ എം സോറി സർ. താൻ ഇത്രയും ദിവസം എന്റെ കൂടെ ക്ലോസ് ആയിട്ട് നടന്നിരുന്നിട്ട് എന്നോട് കള്ളം പറയായിരുന്നോ? അതിൽ സന്തോഷിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വളരെ നന്നാക്കി മനസ്സിലാക്കി തന്നു സർ. സീത, നോ വേ. താൻ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇതെല്ലാം മറച്ചു വെക്കാനായിട്ട് അതിന് തക്കതായ കാരണങ്ങളുണ്ട് സീത. വേണ്ട സർ, എനിക്ക് നിങ്ങളുടെ ഒരു എക്സ്പ്ലനേഷനും വേണ്ട. നിങ്ങൾ വലിയ ഉയർന്ന സ്ഥാനത്തുള്ള ഒരാളാ. എനിക്ക് അവിടം വരെ എത്തുന്നത് ഒന്ന് ആലോചിക്കാൻ പോലും കഴിയില്ല. ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരുടെ അടുത്ത് കളവ് പറഞ്ഞ് ഇങ്ങനെ നാടകം കളിക്കാനുള്ള കാരണം എന്താണ് സർ? എന്തിനാ സീതമ്മ എന്റെ ഫ്രണ്ടിനോട് ദേഷ്യം പിടിക്കുന്നേ? എന്റെ ഫ്രണ്ടിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ പറ. സിഹി, നിനക്കിതൊന്നും മനസ്സിലാവില്ല. നീ ഇടയ്ക്ക് കയറി സംസാരിക്കണ്ട. ഇവരൊക്കെ വലിയ ആൾക്കാരാ. ഇവരൊരിക്കലും നമ്മുടെ ഫ്രണ്ട്. സിഹി, അകത്തേക്ക് പോ. ഇല്ല സീതമ്മ, ഞാൻ പോവില്ല. സിഹി, അകത്തേക്ക് പോവാനാ പറഞ്ഞത്.
സീത പ്ലീസ്, എന്നോടുള്ള ദേഷ്യം താനെന്തിനാ വെറുതെ ആ കുട്ടിയോട് തീർക്കുന്നേ? ഇവിടെ അതിന് മാത്രം എന്താ ഉണ്ടായി? എന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നേ? ഇവിടെ ഒന്നും ചേഞ്ച് ആയിട്ടില്ല. ഞാൻ നിങ്ങളുടെ പഴയ റാമ. സിഹി, ഞാൻ നിന്നോടാ സംസാരിക്കുന്നത്. അകത്ത് പോവാനാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കേക്കില്ലേ നീ? ഇല്ല സീതമ്മ, ഞാൻ എന്റെ ഫ്രണ്ടിനെ ഇട്ട് എങ്ങും പോവില്ല. എനിക്ക് എന്റെ ഫ്രണ്ടിന് വേണ്ടി ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കണം. യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെയാ ഉണ്ടാക്കണ്ടേന്ന്. ഞാൻ തന്നെ ഉണ്ടാക്കും. ഓ ഗോഡ്, ഇവളെ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? എന്തിനാ സീതമ്മ ഇങ്ങനെ ദേഷ്യം? അതാണ് ഈ ദേഷ്യത്തിന്റെ കാരണം. അതുമാത്രമല്ല, ഈ ന്യൂസ് ടീമിന് ഈ ഫുട്ടേജ് ഒക്കെ ആരാ കൊടുത്തേ? ഹലോ. ഹലോ, അശോക് സർ. ടിവിയിൽ കണ്ടായിരുന്നു. അതിലൊക്കെ വരുന്ന ന്യൂസ്. ഹലോ സർ, കേൾക്കുന്നുണ്ടോ? സത്യമാണ്. ന്യൂസിൽ ഇപ്പൊ കാണിക്കുന്നതാണ് സത്യം. ഇത്രയും ദിവസം നിങ്ങൾക്കിടയിൽ സാധാരണ എംപ്ലോയിയായി ജോലി ചെയ്തിരുന്ന റാം തന്നെയാണ് ദേശായ് കമ്പനി ഓണർ ശ്രീറാം ദേശായ്. ശ്രീറാം ദേശായി ആണോ? അതായത് അപ്പൊ അശോക് സർ റാമിന്റെ ചേട്ടനാണോ? അതോ സീത, പ്ലീസ് ട്രസ്റ്റ് മീ. ഞാൻ എന്നെ കുറിച്ചും എന്റെ ഫാമിലിയെ കുറിച്ചും പറയാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് വന്നേ. ഈ ന്യൂസിൽ വന്നതിന് ശേഷം ഞാൻ പറയാൻ തീരുമാനിച്ചൊന്നുമല്ല. ഇൻഫാക്ട് ഇതൊക്കെ ടിവിയിൽ കാണിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് പോലും ചെയ്തില്ല. ഞാൻ ഇത് തന്നോട് പറയാൻ വേണ്ടി വന്നപ്പോ അതിനു മുന്നേ താൻ ടി വി കണ്ടെല്ലാം മനസ്സിലാക്കിയെന്ന് മാത്രം. പക്ഷെ താൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും കാലം ഞാൻ നിങ്ങളുടെയൊക്കെ കൂടെ സാധാരണക്കാരൻ്റെ അഭിനയിച്ചെന്ന്. തന്റെ കൂടെ ആവട്ടെ സിഹിയുടെ കൂടെ ആവട്ടെ ഞാൻ ചെലവഴിച്ച ഒരു സെക്കൻഡ് പോലും നാടകമല്ല സീത. ഞാൻ എന്റെ ലൈഫിൽ സന്തോഷിച്ചത് നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ മാത്രമാ സീത.
എനിക്ക് ലൈഫ് എന്ന് വെച്ചാൽ എന്താണെന്ന് പഠിപ്പിച്ചെന്ന് താനും സിഹിയും കൂടിയാ. അതൊക്കെ ദയവ് ചെയ്ത് നാടകമെന്ന് പറയാൻ നിൽക്കരുത് സീത. ഓ, നീയായിട്ടിരിക്കാതെ മറ്റൊരാളായിട്ട് അഭിനയിക്കുന്നത് നാടകമല്ലേ റാം? സോറി സർ. സീത പ്ലീസ് കോൾ മീ റാം. സർ, നിങ്ങൾ എന്റെ ബോസാണ്. നിങ്ങളുടെ പേരെടുത്ത് വിളിക്കുന്നത് തെറ്റല്ലേ സർ? ഇത്രയും കാലം താനും ഞങ്ങളെ പോലെ ഒരു സാധാരണക്കാരനാ, ഒറ്റയ്ക്ക് ആരുമില്ലെന്നാ ഞാൻ കരുതിയത്. നിങ്ങളുടെ അടുത്ത് ഞാൻ സ്വാതന്ത്ര്യം കാണിച്ചത് ഒരു സെക്കൻഡ് പോലും നിങ്ങൾ പറയുന്നത് കളവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് കള്ളം പറഞ്ഞാൽ തന്നെ മേലാകെ എരിയും. പക്ഷെ നിങ്ങൾ പറഞ്ഞതെല്ലാം കള്ളവാ. എനിക്കാരുമില്ല, മുനിസിപ്പൽ പാർക്കിന്റെ അടുത്തൊരു വാടക വീടില്ല താമസം എന്ന് പറഞ്ഞു. നിങ്ങളുടെ വീടെന്ന് പറഞ്ഞ് വേറെ ഏതോ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒന്നിനു പിറകെ ഒന്നായിട്ട് ഓരോ കള്ളങ്ങൾ പറഞ്ഞു. വാ, ഒരു കള്ളം മറച്ചു വെക്കാൻ വേറൊരു കള്ളം. ഗ്രേറ്റ്. സീത പ്ലീസ്, താൻ എന്നെ ശരിക്കും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കള്ളം പറഞ്ഞിട്ട് അതിനൊരു കാരണം ഉണ്ടെന്നും പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ. എനിക്ക് നിങ്ങളോട് വലിയൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഒരു ട്രൂ ഫ്രണ്ട് ആയിട്ടാ കൺസിഡർ ചെയ്തിരുന്നത്. ആൻഡ് ഐ വാസ് ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ യു. എന്റെ ലൈഫിൽ ഞാൻ ആരെയും ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ആ സ്ഥാനമാണ് ഞാൻ തന്നിരുന്നത്. എന്റെ മകളുടെ മുഖത്തെ പുഞ്ചിരിയുടെ കാരണം നീയാണെന്ന് ഞാൻ വിശ്വസിച്ചു. ആ ലോയറുമായി നടക്കുമായിരുന്ന ആ കള്ളക്കല്യാണത്തിൽ നിന്ന് നീ എന്നെ സംരക്ഷിച്ചു. പക്ഷെ നീ എന്നോട് ചെയ്തതും ചതി തന്നല്ലേ? സീത പ്ലീസ്, എനിക്ക് പറയാനുള്ളത് പറയാനൊരു ചാൻസാ. തനിക്ക് വായി തോന്നിയ പോലെ ഇങ്ങനെയൊന്നും വിളിച്ചു പറയല്ലേ. സർ പ്ലീസ്, ഇന്ന് അച്ഛന്റെ അമ്മയുടെ ആനിവേഴ്സറിയാ. നീ ഞങ്ങളുടെ കൂടെ ഹാപ്പി ആയിട്ട് വേണമെന്ന് ആഗ്രഹിച്ചതാ. പക്ഷേ നിങ്ങൾക്ക് ട്രീറ്റ് തരാൻ മാത്രം സീത, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ അതിന് പുറകിൽ ശക്തമായ ഒരു കാരണമുണ്ട്. ഞാനതെല്ലാം തന്നോട് തുറന്നു പറയാം. അതിനു മുന്നേ താനൊന്ന് എന്നെ കേക്ക്. കാരണം എന്തും ആയിക്കോട്ടെ, കള്ളം പറഞ്ഞ് ഒരിക്കലും സ്നേഹത്തെ കെട്ടിപ്പിടിക്കരുത്. ഇത്രയും ദിവസം പരിചയം ഉണ്ടായിട്ടും നീ ആരാണെന്ന് പറയാൻ ഇന്നാണല്ലോ വരാൻ പറ്റിയത്. ഇതൊക്കെ ശരിയാണെന്ന് എനിക്ക് സീത കെയർഫുൾ. നീ മറച്ചു വെച്ച സത്യം ഇതിൽ കൂടുതൽ എന്നെ പൊള്ളിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം നനച്ചാൽ ഇതിന്റെ വേദന മാറുമായിരിക്കും, പക്ഷെ അതിന്റെ വേദന ഒരിക്കലും മാറില്ല. വിശ്വാസം നഷ്ടപ്പെട്ടതുപോലെ. മനസ്സ് ഓക്കെയായ കഴിഞ്ഞു. സീത പ്ലീസ്. പ്ലീസ് സർ, ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതാ. നിങ്ങൾക്ക് വിരുന്ന് നിന്ന് സ്വീകരിക്കേണ്ടത് എന്റെ കടമയാ.
ഈ സമയത്ത് മറ്റൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പ്ലീസ്. എന്റെ ഫ്രണ്ട് ഹീറോയാ. അന്ന് ആ ബാഡ് അങ്കിളിനടുത്ത് ഫൈറ്റ് ചെയ്തപ്പോ നിനക്ക് മനസ്സിലായില്ലേ? ഹീറോ അല്ലടാ, ആ സീതാന്റി വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ബോസാ. സിഹി, നിന്റെ ഫ്രണ്ടിന് സ്വന്തമായിട്ടൊരു ഹെലികോപ്റ്റർ ഉണ്ട്. അവര് ഹെലികോപ്റ്ററിൽ വരുന്നത് ടിവിയിലൊക്കെ കാണിച്ചിരുന്നു.